ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം നമ്മുടെ പഞ്ചായത്ത് കുളത്തേക്ക് വന്നതാണ് കേട്ടോ. പഞ്ചായത്ത് കുളത്തെ മീനിനെ ഞങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ആദ്യം കുറേ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേനൽക്കാലമായിട്ട് വെള്ളമൊക്കെ കുറഞ്ഞതാണ്. ഞങ്ങൾ മീനെ കാണിച്ചു തരാം. അത് ഞങ്ങൾ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം. മീനെ കാണുന്നുണ്ടോന്ന് അറിയില്ല. ചെറിയ ചെറിയ മീനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ മീനുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഞങ്ങൾ മീനിനെ പിടിക്കാണ് കേട്ടോ. പിടിച്ച് കാണിച്ചു തരാം. ഒരു ട്രാപ്പ് എടുക്കാൻ പോകുന്നു. നമ്മൾ വെങ്കുളത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ട്രാപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ ട്രാപ്പ് തന്നെയാണ് നമ്മൾ എടുത്തുള്ളത്. ആദ്യം ചോറിടണം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അല്ല ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടുത്തെ 3 ട്രാപ്പാട്ടോ. അന്നുള്ള പോലെ തന്നെ അന്ന് നമ്മൾക്ക് 3 ട്രാപ്പല്ലേ? 3 ട്രാപ്പ് തന്നെയാണ് കേട്ടോ. ആദ്യം ചോറിടണം. ഇത്തിരി ചോറിടണം. എന്നിട്ട് ഇട്ട് കൊടുക്കടാ. എന്നിട്ട് അടച്ച് വെക്കണം. നമ്മളന്ന് വെങ്കുളത്ത് പോയപ്പോൾ നമ്മൾ കയറെടുത്തില്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇത് കുറച്ച് ആഴമുള്ള കുളമാണ്. ഇത് ആഴില്ലാത്ത കുളമാണ്. വെങ്കുളം ആഴില്ലാത്ത കുളമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം എന്താ പറയുക ഒരു കയറൊക്കെ എടുത്തിട്ടാണ് വന്നത്. സെറ്റായാ കെട്ടിക്കൂടെ കയറി ഇവിടെ കെട്ടിക്കൂടാന്നോ? ചോറിനില്ല. എനിക്ക് കയറ് കയറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞെന്ന് ഈ ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന്. അത് ഞങ്ങൾ നാളെ കാണിച്ചു തരും. വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പം നന്നായി ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിത് വെള്ളത്തിലേക്ക് ഇടും. കുറച്ചും കൂടി ചോറ് ഇട്ടിട്ടുണ്ട്. ഇടാം. ഇവിടെ കുറേ മീനുണ്ട്. ഇവിടെ നല്ല ഇറക്കി പോയി. അവിടെ വെച്ചോ. നമുക്ക് നമ്മൾ കയറില്ലേ? ആദ്യം കുറച്ച് വെള്ളം ആക്കണം, അല്ലെങ്കിൽ പൊന്തി കിട്ടും. അതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കയറിക്കോട്ടെ. നമ്മുടെ അടുത്ത് കയറൊക്കെ ഇവിടെ സെറ്റാണ് ഗൈസ്. കയറുന്നുണ്ടോ നമുക്ക് നോക്കി വെക്കാം. അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് നോക്കി വെക്കാം ഗൈസ്. ഗൈസ് കയറുന്നുണ്ടോയെന്ന് അറിയില്ല. കയറി നമുക്ക് അപ്പോൾ വലിക്കാം ഗൈസ്. ആടാ ഇങ്ങനെ കയറില്ല. കുറച്ചുകൂടി ഈ മൂലക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു മീൻ പോലും കയറിയില്ല ഗൈസ്. നമ്മൾ അന്ന് വെങ്കോത്തിൽ പിടിച്ചാൽ കുറേ മീൻ കയറിയിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. അത് ചോപ്പിട്ടോ. പറഞ്ഞോളി. ഒന്ന് നല്ലോണം ആഴത്ത് വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം നമ്മൾ അടുത്ത് തന്നെയാട്ടോ വെച്ചിട്ടുള്ളത്. കിട്ടുമോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. വെങ്കുളത്തിലാണ് ഇപ്പൊ കുറേ മീൻ കിട്ടിയിട്ടുണ്ടാവുന്നു. ഇവിടുത്തെ നമുക്ക് അറിയാം. ഇവിടുത്തെ ഒന്നാമത്തെ ട്രാപ്പ് എടുത്ത് നോക്കാം. തോന്നുന്നു കുറേ മീൻ ഉണ്ടെന്ന്. കുറേ മീൻ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. എത്ര നമുക്കറിയില്ല. ഓ കുറേ മീൻ കിട്ടോ. വെങ്കുളത്തിനെക്കാട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ചെറിയ മീനാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തൊരു പാളേൻ്റെ ഒരു സംഭവം എന്താ പാളയാണ് കേട്ടോ. നമ്മൾ അതിലേക്ക് കയറത്തില്ലേ? അവിടെ നോട്ടെ അതിലേക്ക് ചെന്നോ മീൻ ചാടിടാ. അതിന് മീൻ മാത്രം, വെള്ളം മാത്രം. വെള്ളം ഒഴിവാക്കാം.
കുറേ മീൻ ഇതിലുണ്ട് ഗൈസ്. ഇനിയുണ്ട്. നമുക്ക് ഒന്നാമത്തെ ട്രാപ്പിൽ തന്നെ എത്ര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ട്രാപ്പ് എടുക്കാം. മീനുണ്ട് ഇതില് 4 എണ്ണൊക്കെ ഉള്ളൂ കേട്ടോ. ആ ഒരു ഭാഗത്തപ്പം മീൻ കുറവാണ് മനസ്സിലായിട്ടോ. കുഞ്ഞു മീനുണ്ട്. അവിടെ ഫുള്ള് ഇങ്ങനെ പൊടിയായിട്ടുള്ള മീനുകളാണ്. തുറക്കുക. കുറച്ച് വെള്ളം പോക്കട്ടെ. അതിന് ആ വെള്ളം നിറഞ്ഞിട്ടാണ്. ഒരു മീൻ ചാടി. ഇനി വെള്ളം പൊക്കിയാൽ മീൻ ചാടിയേ. അതിലുള്ള മീൻ ഫുള്ള് വെച്ച് പോക്കിയിട്ടുണ്ട്. നമ്മള് ഞങ്ങള് നോക്കിയിട്ടില്ല. ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നെങ്കിലും. മൈ ഗോഡ്, ചെറിയ കുഞ്ഞു മീനാണ്. 3 ഉണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിച്ചു ഇതിലായിരിക്കും കൂടുതൽ ഉണ്ടാവാന്ന്. പക്ഷെ കുഞ്ഞു മീനാണ്. 4 ഉണ്ട് ഗൈസ്. 3 ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത് എന്താ പറയുക, ഇപ്പുറത്തെ നമ്മൾ ഫസ്റ്റ് എടുത്ത ട്രാപ്പിലാണ് കേട്ടോ. ചത്തോടാ, അതിൽ പോയില്ല. ഒരു മീന് പോയി. രണ്ടാമത്തെ വീനും പോയി. മൂന്നാമത്തെ വീനും പോയി. നാട്ടിൽ നമുക്ക് ഇത്ര മീൻ കിട്ടി. നമുക്ക് ഇനി വെക്കാം കേസ്. നമ്മൾ തോല് സമ്മതിക്കില്ല കേസ്. അപ്പം ഞങ്ങൾ ഇനി മീൻ വെക്കുന്നത് കുറച്ച് പറ്റും. അപ്പൊ ഞങ്ങള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. രാത്രി ആവാനായാണ്. ഞങ്ങള് കുഞ്ഞു മീനായോണ്ട് ഞങ്ങള് അതിനെ വെറുതെ വിടാണ്. ഒന്ന് ചാടി ഗൈസ്. നമ്മൾ മീനെ സൈഡിലേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കുറേ മീൻ ചാവും ഗൈസ്. ചാവും. ഒരുപാട് മീൻ വന്നായിരുന്നു ഗൈസ്. ഒരുപാട് മീൻ ചത്തുപോയി. എവിടൊക്കെയാണുള്ളത്? പോയിട്ടുള്ള മീനൊക്കെ വിൽക്കണോ? ചത്തു. അപ്പൊ ഇവിടെ പോണടുത്തൊക്കെ മീൻ ചായണോ കുട്ടാ? മീനാണല്ലോ. നമ്മൾ ഒരുപാട് മീനുണ്ടായിരുന്നു ഒഴിവാക്കാണ്. അതിന്റെ ജീവനം കൊണ്ടുപോകട്ടെ. മറ്റേ ചോറ് ഇവിടെ ഇട്ടെടുത്തേക്ക്. ബാക്കിയുള്ള ചോറ് ഞങ്ങള് അതിലിട്ടെടുക്കട്ടെ. അപ്പൊ ഞങ്ങൾ എന്തായാലും വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.